അറബിക്കടൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലെ അപകടകരമായ കെമിക്കൽ അടങ്ങുന്ന സിലിണ്ടർ ആലപ്പുഴ തീരത്ത് സിലിണ്ടറിനുള്ളിൽ ഗുരുതരമായ വാതകം ഉണ്ട്, ഗുരുതര അപകടങ്ങൾ സൃഷ്ടിക്കാവുന്ന വാതകമുണ്ട് എന്നാണ് സൂചന. വളഞ്ഞ വഴി തീരത്ത് നിന്നും ആളുകളെ മാറ്റുന്നുണ്ട്. അതീവ ജാഗ്രതയിലാണ് തീരദേശം. ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നു. ഷാജി, ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം സൂചിപ്പിക്കുന്നത് പോലെ ഒരു വലിയ ഭാഗമാണ്, കപ്പലുമായി ബന്ധപ്പെട്ടൊരു വലിയ ഭാഗമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതിൽ ഉള്ളിൽ നിറയെ കെമിക്കലുകളാണെന്നാണോ സൂചനകൾ? അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ജിംഷാദ്, പുലർച്ചെയാണ് ഈ ടാങ്കർ, ഈ കപ്പലിൽ നിന്നും വാൻഹായ് കപ്പലിൽ നിന്നും കടലിൽ പതിച്ച ടാങ്കർ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശമായിട്ടുള്ള വളഞ്ഞവഴി കടൽ തീരത്ത് എത്തിയത്. ഇത് വലിയ ഒരു ടാങ്കറാണ്. ഇതിൽ നിന്നും അത് കണ്ടപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികൾക്കകം വളരെയധികം ആശങ്കയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. സംഭവം നടന്ന ഉടൻ തന്നെ ജില്ലാ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ തന്നെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. ആളുകളെയൊക്കെ തന്നെ അടിയന്തരമായിട്ട് ഈ ഭാഗത്ത് നിന്നും മാറ്റിയിരുന്നു. അതിനുശേഷം പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കപ്പൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിൽ അത്തരത്തിൽ രാസമാലിന്യങ്ങൾ, വസ്തുക്കളോ ഗ്യാസോ ഒന്നുമില്ല എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്നാണ് പ്രാഥമികമായിട്ട് കളക്ടർക്ക് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇപ്പോൾ ഇത് ഇവിടുന്ന് നീക്കം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയത്തുള്ളിൽ തന്നെ അവർ എത്തിച്ചേരും. അതിനുശേഷം ഈ ടാങ്കർ, ഗ്യാസ് കൊണ്ടുപോകുന്ന തരത്തിലുള്ള വലിയ ടാങ്കർ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകും. കസ്റ്റംസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തും. അവരൊക്കെ തന്നെ ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഹാൻഡ് ഓവർ ചെയ്യാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇതിപ്പോൾ നിലവിൽ ജില്ലാ കളക്ടർക്കോ ബന്ധപ്പെട്ട ഇവിടെയുള്ള അധികാരികൾക്കോ എടുത്തു മാറ്റാൻ കഴിയില്ല. കാര്യം ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇതിനെ നീക്കം ചെയ്യാനായിട്ട് വിദഗ്ധരായിട്ടുള്ള ആളുകളുണ്ട്. അവര് അല്പസമയത്തിനകം എത്തിച്ചേരുമാനു ശേഷം ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. ശരി ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്.